എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. റെഡി? ചേച്ചി പ്രതീഷ് തമ്മിലുള്ള ഗോസിപ്പ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം തകർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല. ഞാൻ അത്രക്കാരൻ രേണു ചേച്ചിയെയും പ്രതീഷിനെയും തമ്മിൽ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് അമ്മുവിന് ഒത്തിരി പൈസ കിട്ടുന്നതുകൊണ്ടാണെന്നാണ്. ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. പൈസ കൊണ്ട് തരുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങനെ വിട്ടേക്കുന്നത്. എന്റെ ഭഗവാനെ, ഞാൻ എന്തായി കേക്കണേ? ഈ വർക്ക് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ക്വാളിറ്റി നോക്കാറുണ്ട്? നിനക്ക് ഈ ഗതി വന്നല്ലോ, പക്ഷേ നീ തളരരുത് കുഞ്ഞെ. ആരെ ക്വാളിറ്റി ഇല്ലാന്ന് ആരാ പറയുന്നത്? ഏതൊരു മേഖലയിലും ഏത് ജോലിയാട്ടെ എന്തു ആട്ടെ, നമ്മൾക്കൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അത് പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പം മറ്റുള്ളവർക്ക് അത് ക്വാളിറ്റി ഇല്ലാതെ തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു തൂപ്പ് ജോലിക്ക് വരെ അത് ക്വാളിറ്റി ഉള്ളതാണ്. എല്ലാത്തിനും ക്വാളിറ്റി, പക്ഷെ അത് പുറമേ നോക്കുന്ന ചിലർക്ക് അത് ക്വാളിറ്റി ഇല്ല. നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരെ ദാസാ. എന്നെ സംബന്ധിച്ച് എന്ത് ജോലി അത് ക്വാളിറ്റി ഉള്ള ജോലിയാണ്. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. ചേച്ചി എന്തൊക്കെയോ കാണിച്ചു വൈറലായി. അത് എന്തൊക്കെ എന്താ നമുക്ക് ആവശ്യമുള്ളതൊന്നും അല്ല കാണിച്ചേക്കുന്നേ. അവളെ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അങ്ങനെയാണ്. അങ്ങനെയാണ് അവള് വൈറലായത്. അതൊക്കെ ഞങ്ങളുടെ ഒരു ഔദാര്യം. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. വൈറലാക്കാനുള്ളവര് വൈറലാക്കി, വൈറലാകാനുള്ളവര് വൈറലായി. ഇത്ര എനിക്ക് പറയാം. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. കുറച്ച് കഴിഞ്ഞ് ഈ സമയം മാറില്ലേ? തീർച്ചയായിട്ടും ഞാനത് അക്സെപ്റ്റബിൾ ആണ്. എപ്പോഴും പറയുന്നത് പറഞ്ഞ കൂട്ടരെ പോലെ വന്ന ഒരാളെ അല്ല രേണുസുതി. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. വൈറലാകണം, ഞാൻ ഹൈപ്പിൽ കയറണം, എയറിലാണ് ഇങ്ങനെ വന്ന ആളല്ല. ഒരു ഒഴുക്ക്, ഒരു വെള്ളപ്പാച്ചിലിൽ ഇങ്ങനെ പെട്ട് ഇങ്ങനെ 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 കയറിപ്പോയ ഒരാളാണ്. അല്ലെങ്കിൽ കഷ്ടാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോയെന്ന് വിചാരിച്ചാ മതി, നീ കരയണ്ട. കയറി നിൽക്കുന്ന ഒരാളാണ്. എന്തുവാകട്ടെ, അല്ലെ ഇപ്പൊ പറയുന്നില്ല, സോഷ്യൽ മീഡിയയെ വെറുപ്പിക്കുന്ന ഒരാളാണ്. എന്തുവാകട്ടെ, ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ചിലപ്പോ നാളെ താഴെ ഇടും, താഴെ ഇടാം, താഴെ ഇട്ടേക്കാം, താഴെ ഇട്ടു. എങ്കിൽ പോലും രേണുസുതിക്ക് ഒരു മാറ്റവും ഞാൻ ഇങ്ങനെ തന്നെ നമ്മളെ ചോറല്ലേ അതൊക്കെ പറയടോ നാശമേ. പുളിങ്കുരു വറുത്ത പോലെ കാര്യം. ഈ പറയുന്ന ഈ വൃത്തികേട് പറയുന്ന ഈ കമന്റ് ഇടുന്ന ഇവരുടെ കുഴപ്പങ്ങളാണ്. അല്ല, ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ചുറ്റും ഒരു കുഴപ്പവും നടക്കുന്നില്ല. അഭിനയം വേറെ, ജീവിതം വേറെ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അപ്പൊ കാണാം. സീ യു, ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ, ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?